ഇത് അസ്സബാഹ് അറബിക് കോളേജിൻ്റെ 50ാമത് വാർഷികം അല്ലെങ്കിൽ അതിൻ്റെ ജൂബിലി ആഘോഷിക്കുന്ന സന്തോഷകരമായ സന്ദർഭമാണിത്. കഴിഞ്ഞ 3 ദിവസമായി നടന്നു വരുന്ന പരിപാടിയുടെ ഏറ്റവും സമാപന സെഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഞാൻ ഈ നോട്ടീസ് ആദ്യന്തം ഒന്ന് നോക്കി, ഇവിടെ വന്നതിന് ശേഷമാണ് കിട്ടിയത്. ഏതാണ്ട് ഈ സമാപന സെഷൻ 12ാമത്തെ സെഷനായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത്രയേറെ കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു നല്ല മഹത്തായ ഒരു സ്ഥാപനത്തെ പിന്നിലാക്കാവുന്ന നിലയിൽ അസ്സബാഹ് അണിയിച്ചൊരുക്കിയ ഇതിൻ്റെ പ്രിൻസിപ്പാൾ, ഇതിൻ്റെ സംഘാടക സമിതി, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അസ്സബാഹ് ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആമുഖ ഭാഷണത്തിൽ ഹസീബ് മദനി അറബിക് കോളേജുകളെ സംബന്ധിച്ച് പരാമർശിച്ചു. ഞാനും ഹസീബ് മദനിയുമൊക്കെ അറബിക് കോളേജിൻ്റെ സൃഷ്ടികളാണ്. ഒരു വേള ഞങ്ങൾ രണ്ടും മദീനത്തുൽ ഉലൂമിൽ എത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേരളക്കരയിൽ മുസ്ലിം നവോത്ഥാനത്തിന് ഊക്ക് പകരുന്ന, അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും കൂടുതൽ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും പ്രവർത്തിച്ച് നവോത്ഥാന പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് എല്ലാവരുമുണ്ട്. സാധാരണക്കാരിൽ സാധാരണക്കാരുണ്ട്, എൻജിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്. ഇതൊക്കെ സമ്മതിക്കുന്നതോടൊപ്പം തന്നെ അറബിക് കോളേജിലെ ഇത് സൃഷ്ടികളായി പുറത്തു വന്ന പണ്ഡിതന്മാരാണ് എന്നുള്ളത് വളരെ അഭിമാനപൂർവം അസ്സബാഹ് നടത്തിക്കൊണ്ടു പോകുന്നവർക്ക് എന്നും എപ്പോഴും പറയാൻ കഴിയുമെന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. കാരണം അറബിക് കോളേജുകൾ കേരളത്തിൽ നമുക്കറിയാം, അതിൻ്റെ ഉത്ഭവം 1909 വാഴക്കാട് ദാറുൽ ഉലൂം എന്ന പേരിൽ ആരംഭിച്ച ഒരു ദർസാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. മർഹൂം മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി അദ്ദേഹമാണ് ശാസ്ത്രീയമായ ദർസ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത്. അതിനു മുമ്പ് കേരളത്തിൽ വിജ്ഞാനം ലഭിച്ചിരുന്നത്, പൊതുജനങ്ങൾക്ക് ലഭിച്ചിരുന്നത് പള്ളി ദർസുകളിൽ നിന്ന് പഠിക്കുന്ന ഉസ്താദന്മാരിൽ നിന്ന് കിട്ടുന്ന എന്താണോ അതായിരുന്നു. അതിന് അടിസ്ഥാന പ്രമാണങ്ങളുടെ പിൻബലമുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ചരിത്രത്തിൻ്റെ പിൻബലമുണ്ടായിരുന്നില്ല, ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും പിൻബലമുണ്ടായിരുന്നില്ല. പിന്നെ ജനങ്ങൾ അവരിൽ നിന്ന് കേൾക്കുന്ന കുറേ ഉറുതികളും കുറേ വയലുകളും ഒക്കെയാണ് അറിവ് പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് നമുക്കറിയാം. ആ ദർസിനെ ഒരു ശാസ്ത്രീയമായ രൂപത്തിൽ ആദ്യം കൊണ്ടുവന്നത് മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി അവറുകളാണ്. അത് 1909 വാഴക്കാട് ദാറുൽ ഉലൂമിലൂടെയാണ്. ആ ദാറുൽ ഉലൂമിലൂടെ അത് തുടങ്ങി. പിന്നീട് അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനായ MCC അബ്ദുറഹ്മാൻ മൗലവിയിലൂടെ, മദീനത്തുൽ ഉലൂം അറബിക് കോളേജിലൂടെ, ജാമിയ നദവിയിലൂടെ, റൗദത്തുൽ ഉലൂം അറബിക് കോളേജിലൂടെ, ഇങ്ങനെ സുല്ലമുസ്സലാമിലൂടെ, ഒരുപാട് അൻസാറിലൂടെ, ഇങ്ങനെയാണ് അറബിക് കോളേജുകൾ ഓരോന്നായി രംഗത്ത് വരികയും ആ അറബിക് കോളേജുകളിൽ നിന്ന് ബിരുദമെടുത്ത് സനതെടുത്ത് പുറത്തു വരുന്ന പണ്ഡിതന്മാർ, അവർക്ക് പഠനം, അവരെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ, ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള സംഘടിതമായ മുന്നേറ്റമാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് ആക്കം കൂട്ടിയത് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അക്കൂട്ടത്തിൽ 974 രൂപം കൊണ്ടതാണല്ലോ അസ്സബാഹ് അറബിക് കോളേജും. അറബിക് കോളേജിൽ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ഭൗതികമായ ജീവിതത്തിൽ അവർ പട്ടിണി കിടക്കേണ്ടി വരില്ല. ഒന്ന്, ഞാനതാ പറയുക. 2, പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മാന്യമായ പദവിയും സ്ഥാനവും അവർക്ക് ലഭിക്കും. അവർ നേടുന്ന ഡിഗ്രി, അത് അഫ്ദലുൽ ഉലമ ആയിരുന്നാലും കൊള്ളാം, PG ആയിരുന്നാലും കൊള്ളാം, ഏതായിരുന്നാലും കൊള്ളാം, അവർ നേടുന്ന ആ ഡിഗ്രികൾ കൊണ്ട് ഇവിടെ നേടാവുന്നതിൻ്റെ അങ്ങേയറ്റം നേടാൻ അവർക്ക് സാധിക്കും. പട്ടിണി ഉണ്ടാവില്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഒരു അറബിക് കോളേജിൽ പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരാൾ
അന്നം അന്വേഷിച്ച് അല്ലെങ്കിൽ ജോലി അന്വേഷിച്ച് ചുറ്റി നടക്കേണ്ട ആവശ്യം പോലും ഇല്ലാത്ത വിധം സമൂഹം അവരെ കൈവെള്ളയിൽ എടുക്കും. അതാണ് അറബിക് കോളേജിൽ നിന്ന് പുറത്തു വരുന്ന ഒരാളിൻ്റെ അവസ്ഥ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, 978 അഫ്ളലുൽ ഉലമയുടെ പരീക്ഷ എഴുതിയതിൻ്റെ പിറ്റേ ദിവസം ജോലിയിൽ പ്രവേശിച്ചവനാണ് ഞാൻ. അത്ര അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഞാനത് ഓർക്കുകയാണ്. പട്ടിണി കിടക്കേണ്ട അവസ്ഥ ഒരിക്കലും അറബിക് കോളേജിൽ നിന്ന് പുറത്തു വരുന്നവർക്കുണ്ടാവില്ല. പിന്നെ അവർക്ക് ലോകം വെട്ടിപ്പിടിക്കാൻ കഴിയും. അതാണ് കുറേ അധികം കാര്യങ്ങൾ ഹസീബ് മദനി ഇവിടെ പുതിയ ഇന്നത്തെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി കുറേ കാര്യങ്ങൾ പറഞ്ഞത്. തീർച്ചയായും ഇൻഷാ അല്ലാഹ് അസ്സബാഹ് ഈ മലബാറിലെ ഏറ്റവും വലിയ ഒരു വിജ്ഞാന കേന്ദ്രമായി യൂണിവേഴ്സിറ്റിയായി മാറ്റാൻ കെൽപ്പുള്ള നിലയിൽ കഴിവുള്ള നേതൃത്വവും അതുപോലെ തന്നെ കഴിവുള്ള പണ്ഡിതന്മാരും ഒക്കെ അണിനിരന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതിന് കുറേ സ്വപ്നങ്ങൾ ഹസീബ് മൗലവി നമ്മുടെ മുമ്പാകെ വെച്ചു. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അദ്ദേഹത്തോടൊപ്പം ഈ നാടുണ്ടായാൽ മതി. അത് സാക്ഷാത്കരിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഇനി ഒരു കുറച്ച് വർഷം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു ആഘോഷം വന്നു കഴിഞ്ഞാൽ അതും കൂടി ചേർത്ത് നമുക്ക് പറയാവുന്ന അവസ്ഥയിലേക്ക് ഈ സ്ഥാപനത്തെ ഉയർത്താൻ നമുക്ക് സാധിക്കും. ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് വരുന്നത് അറബിക് കോളേജുകളുടെ പങ്ക് കേരളത്തിലെ മുസ്ലിം നവോത്ഥാന രംഗത്ത് മാറ്റി നിർത്താൻ പറ്റുന്നതല്ല എന്ന് സൂചിപ്പിക്കാനാണ്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ പൊതുവായ ധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും വിദ്യാഭ്യാസപരമായും സാമൂഹികമായും മതപരമായും സാംസ്കാരികമായും ഒക്കെ അവരെ ഔന്നത്യത്തിലേക്ക് നയിച്ചു കൊണ്ടുവരുന്നതിനും ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് ഈ അറബിക് കോളേജുകളും അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള മദനിമാരും സുല്ലമിമാരും ഫാറൂഖിമാരും അതുപോലെ തന്നെ സബാഹിമാരും ഒക്കെയാണ് എന്നുള്ളത് ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക? ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. ഇന്നും അത് അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു അറബിക് കോളേജ് സ്ഥാപിച്ച് അതിലൂടെ ഈ സമൂഹത്തെ സമുദ്ധരിക്കുക എന്ന ലക്ഷ്യം മുൻഗാമികളായ നമ്മുടെ നേതാക്കന്മാർ വെച്ചത് എന്നുള്ള കാര്യം പ്രത്യേകം ഈ സന്ദർഭത്തിൽ നാം ഓർക്കുക. ഇവിടെ ഈ അറബിക് കോളേജുകളായിരുന്നാലും ഇസ്ലാഹി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരായിരുന്നാലും അവരുടെ ഉത്തരവാദിത്വം ഈ അസ്സബാഹിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികളായിരുന്നാലും ബിരുദമെടുത്ത് ഇവിടെ നേരത്തെ മുജീബ് സൂചിപ്പിച്ചതുപോലെ സനതെടുത്ത് വന്ന ആൾക്കാരുകൾ അവരൊക്കെ രംഗത്ത് വരുമ്പോൾ അവർക്ക് കൂടുതൽ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് എന്ന് സാന്ദർഭികമായി ഉണർത്താനാണ് ഒരല്പസമയം ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം കുറ്റമറ്റതും കറകളഞ്ഞതും സുതാര്യവുമായിരിക്കണം. ഒരിക്കലും അവൻ അന്ധവിശ്വാസത്തിൻ്റെ ആളുകളായി മാറാൻ പാടില്ല. അന്ധവിശ്വാസങ്ങൾക്കെതിരെയാണ് മുജാഹിദ് പ്രസ്ഥാനം, ഇസ്ലാഹി പ്രസ്ഥാനം ഖുർആനും സുന്നത്തും കൈകളിലേന്തിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തുന്നത്. മലപ്പുറം ജില്ലയിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ ചെറുതായിട്ടൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്ത് ഇപ്പം ഞങ്ങളൊക്കെ തിരുവിതാംകൂർ ഭാഗത്തുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം SSLC പരീക്ഷയുടെയും +2-ൻ്റെയും അതുപോലെ തന്നെ അറബിക് കോളേജുകളുടെയും ഒക്കെ റിസൾട്ടുകൾ പുറത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ എല്ലാം പിന്തള്ളപ്പെടുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും ഉള്ളത്. മലപ്പുറത്തെ പെൺകുട്ടികൾ, സ്ത്രീകൾ അതിന് ഏറ്റവും മുന്നിലേക്ക് വരികയാണ്. ഏറ്റവും കൂടുതൽ A+ വാങ്ങിയതാരാ? അത് മലപ്പുറത്തെ കുട്ടികളാണ്, പെൺകുട്ടികളാണ് പ്രത്യേകിച്ച്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിജയശതമാനം നേടിയെടുത്ത സ്ഥാപനമേതാ? അത് മലപ്പുറം ജില്ലയിലെ ഇന്ന സ്ഥാപനമാണ് എന്ന് പറയുന്ന ഒരവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ചിലർക്ക് അസൂയുള്ള ആരെങ്കിലുമൊക്കെ കുട്ടികൾ കോപ്പി അടിച്ച് ജയിച്ചതാണെന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ സ്വയമേ അത് ഇന്ന് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മലപ്പുറം ജില്ലയെ അവർക്ക് പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ. ആ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ഇത്രമാത്രം പങ്ക് വഹിച്ചതിൽ, ഇത്രമാത്രം മുന്നോട്ട് പോയതിൽ വലിയ പങ്ക് അറബിക് കോളേജുകളുടെ അലയടികൾക്കുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അത് ഇത്രമാത്രം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ ഒരു ഔത്സുക്യവും ഈ ഒരു താല്പര്യവും ഈ ഒരു മുന്നോട്ടുള്ള പ്രയാണവും ഈ ഒരു പുരോഗതിയും ഈ ഒരു ഉയർച്ചയും ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് നേർക്ക് നേരെ അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങളെപ്പോലുള്ളവർ. അതുകൊണ്ട് ബാധ്യത അറബിക് കോളേജുകൾക്കും അതിൽ നിന്ന് പുറത്തിറങ്ങുന്നവർക്കും മതം പ്രധാനമായും പഠിച്ച് സനതെടുത്ത് പുറത്തിറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു ഈ സമൂഹത്തിൽ. നമ്മൾ നോക്കുക, വിശ്വാസത്തിന് പകരം ഇന്ന് എല്ലാവരെയും അടക്കി വാഴുന്നത് അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസവും ആഭിചാരവും സിഹറും അതുപോലെ തന്നെ ജിന്നുബാധയും എന്ന് വേണ്ട ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഉള്ള ഒരവസ്ഥയാണ് വിശ്വാസം മൊത്തത്തിൽ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്.
മനുഷ്യൻ ഒരുപാട് പുരോഗതി പ്രാപിച്ച് മനുഷ്യന് നിമിഷ നേരം കൊണ്ട് ലോകത്ത് നടക്കുന്ന ഏത് കാര്യവും അവൻ്റെ മുമ്പിൽ വരുത്താൻ അവന് സാധിക്കും. ഒരു വിരൽത്തുമ്പിൽ എല്ലാത്തിനെയും ഒതുക്കാൻ അവന് കഴിയും. എന്തിനേറെ ഈ ലോകത്തെ മുഴുവനും ഇല്ലായ്മ ചെയ്യാൻ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു ഭരണാധികാരിയുടെ വിരൽത്തുമ്പിന് കഴിയുമെങ്കിൽ, അത്രമാത്രം പുരോഗതി പ്രാപിച്ചു വന്നുവെങ്കിൽ, മനുഷ്യൻ ഭൗതികമായി എത്ര കണ്ട് പുരോഗതി പ്രാപിക്കുന്നുവോ അത്ര കണ്ട് ധാർമ്മികമായി മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുന്ന വിഷയത്തിൽ, മൂല്യങ്ങളെ ഉൾക്കൊണ്ടുപോകുന്ന വിഷയത്തിൽ, ശരിയായ വിശ്വാസവും ആചാരവും അനുഷ്ഠാനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് സത്യവും ധർമ്മവും നീതിയും നിലനിർത്തി പോകുന്ന വിഷയത്തിൽ ഒരുപാട് താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇല്ലെങ്കിൽ ഈ പ്രബുദ്ധ കേരളത്തിൽ ഇത്രമാത്രം വിദ്യാഭ്യാസപരമായി ഔന്നത്യത്തിലെത്തിയിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്രമാത്രം അന്ധവിശ്വാസങ്ങൾ എങ്ങനെയാണ് ഉടലെടുക്കുക എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. കുറേ ഭൗതികമായ വിദ്യാഭ്യാസം വാരിക്കൂട്ടി എന്നുള്ളത് കൊണ്ട് ധാർമ്മികമായ പുരോഗതി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നേരത്തെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിന് വേണ്ടത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഗ്രാഹ്യതയാണ് ഉണ്ടാകേണ്ടത്. അതില്ലാത്തിടത്തോളം കാലം ഈ ഭൗതികത വർദ്ധിച്ചു വരികയും അതങ്ങ് ഉത്തുംഗതയിലെത്തുകയും ചെയ്യുന്നതിനനുസരിച്ച് ധാർമ്മികമായി തകർന്ന് തരിപ്പണമാകുന്ന സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാവുക. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു പ്രവാസിയായ മനുഷ്യൻ കാസർഗോഡ് നടന്ന സംഭവം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഒരു പ്രവാസിയായ മനുഷ്യൻ ഒരു ദിവസം രാത്രി കട്ടിലിൽ വധിക്കപ്പെട്ട നിലയിൽ മരിച്ച നിലയിൽ കിടക്കുന്നു. വീട്ടുകാർ വിചാരിച്ചതെന്താ, അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിച്ചു പോയിട്ടുണ്ടാവും എന്നാണ് ധരിച്ചത്. പക്ഷേ സംഭവത്തിൻ്റെ ചുരുളഴിഞ്ഞപ്പോൾ എന്താണ് നമ്മൾ കേട്ടത്? ഒരു ജിന്നുമ്മ നടത്തിയ ക്രൂരതയാണ്. ഒരു ജിന്നുമ്മയും ആ ജിന്നുമ്മയുടെ ഒപ്പം നിന്ന 2-3 പേരും കൂടി കാട്ടിക്കൂട്ടിയ ഒരു ക്രൂരതയായിരുന്നു ആ മരണം എന്നുള്ളത്. പിന്നീട് ലോകം അറിയുമ്പോൾ അതും ഒരു മുസ്ലിമായ ഒരു പ്രവാസി, അതോടൊപ്പം തന്നെ 3 മുസ്ലിമീങ്ങളായ ഒരു പുരുഷനും 2 സ്ത്രീകളും ഉൾപ്പെടുന്ന ഒരു സംഘം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എങ്ങോട്ടാണ് ഈ നാടിൻ്റെ പോക്ക്? എന്തിനു വേണ്ടിയാണത് ചെയ്തത് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അന്ധവിശ്വാസത്തിൻ്റെ ആഴം എത്രമാത്രം ഉണ്ട് എന്ന്. മനുഷ്യന് എത്ര ധനം കിട്ടിയാലും എത്ര സമ്പത്ത് ലഭിച്ചാലും ഒരിക്കലും മനുഷ്യന് തികയൂല. ആർത്തിയാണ് മനുഷ്യന്. ഈ മനുഷ്യൻ കുറേ സമ്പാദിച്ചു വച്ചിരുന്നു. ആ സമ്പാദിച്ചു വെച്ചത് ചെറുതൊന്നുമായിരുന്നില്ല. ഏതാണ്ട് 4.76 കിലോഗ്രാം സ്വർണം. 4.76 കിലോഗ്രാം സ്വർണം എത്ര ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കുക. ഏതാണ്ട് 596 പവനുണ്ട് ആ സ്വർണം. അത് ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് ആരോ വന്ന് പറഞ്ഞപ്പോഴേക്കും ആ 596 1192 മാറ്റാമെന്ന് കൊതിച്ചുപോയി, ആർത്തിയോടെ ആഗ്രഹിച്ചുപോയി. അതുപോലെ തന്നെ 4.76 കിലോഗ്രാം 9.52 ഉയർത്താം. അതിലൂടെ ഒരുപാട് ഇന്നത്തെ സ്വർണത്തിൻ്റെ വില അനുസരിച്ച് എത്ര കോടി സമ്പാദിക്കാം എന്നുള്ള ചിന്തയൊക്കെ വന്നതായിരിക്കാം. ഈ സ്വർണം ഇരട്ടിപ്പിക്കാം എന്ന് പറഞ്ഞ് വന്നവരിലേക്ക് അത് എടുത്തു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കൊടുത്ത സ്വർണവും കിട്ടുന്നില്ല, ഇരട്ടിപ്പിക്കലൊട്ട് നടക്കുന്നുമില്ല. എന്നാൽ ആ സ്വർണം തിരിച്ചു തന്നേക്ക് എന്ന് ചോദിച്ചതിൻ്റെ വൈരാഗ്യം മാത്രമാണ് ആ മനുഷ്യനെ കൊന്നൊടുക്കാനുണ്ടായ കാരണം. അല്ലെങ്കിലും ഇന്ന് മനുഷ്യനെ കൊല്ലുന്നതിന് മനുഷ്യർക്ക് യാതൊരു പ്രയാസവുമില്ലാത്തൊരവസ്ഥ. പത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അവിടെ കുത്തേറ്റ് മരിച്ചു, ഇവിടെ കുത്തേറ്റ് മരിച്ചു, ഇത്ര ആളുകൾ വെട്ടേറ്റ് മരിച്ചു. ഇതല്ലാതെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഒരു വിലയുമില്ലാത്തതായി മനുഷ്യജീവൻ എന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അത് വിശ്വാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാകുമ്പോൾ അതിൻ്റെ ചുരുളഴിഞ്ഞു വന്നപ്പോൾ നമ്മൾ കേട്ട ഇതൊക്കെയാണ്. അതുപോലെ തന്നെ മനുഷ്യൻ വ്യക്തിപൂജയും വീരാരാധനയും എല്ലാം നിലനിർത്തിക്കൊണ്ടു പോവുകയാണ്. ഏകനായ അള്ളാഹുവിൽ നിന്ന് പിടുത്തം വിട്ട് എല്ലാറ്റിൻ്റെയും പിന്നാലെ പരക്കം പായുന്ന വീരാരാധനയും വ്യക്തിപൂജയും നിലനിർത്തിക്കൊണ്ടു പോകുന്ന സാഹചര്യം വിശ്വാസരംഗത്ത് നമ്മൾ കാണുകയാണ്. ഒരു മനുഷ്യനും ഒരു സംശയമുണ്ടാവുകയില്ല, ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് ആരാണ്, ഇതിനെയൊക്കെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും നിയന്ത്രിക്കുന്നതുമൊക്കെ ആരാണ് എന്ന് ചോദിച്ചാൽ ഏതൊരു മനുഷ്യനും പറയും, അല്പമൊക്കെ വിവേകമുള്ള മനുഷ്യൻ പറയും അത് അള്ളാഹുവാണ്, അല്ലെങ്കിൽ ദൈവമാണ്, ഈശ്വരനാണ് എന്ന് പറയുന്ന അവസ്ഥാവിശേഷം എല്ലാ മനുഷ്യരിലും കാണാം.
പക്ഷെ അവിടുന്നൊക്കെ പിടുത്തം വിട്ടെന്ന് എങ്ങോട്ടാ പോകുന്നത്? എവിടെയോ മടവൂരം കാണ്ട് ജീവിച്ചു പോയ ഒരു മനുഷ്യനാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത അവസ്ഥയിലേക്ക് വിശ്വാസരംഗം മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നത് ഞാൻ പറഞ്ഞത്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള്, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കാര്യം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. മുദബ്ബിറുൽ അംർ അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കേണ്ട മനുഷ്യരെന്താ ചെയ്യുന്നത്? അതൊരു വ്യക്തിയിലേക്ക് ചേർത്ത് പറയുന്നു. വ്യക്തിപൂജ, വീരാരാധന. ഇത് മാത്രമല്ല, നേരിട്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിലെ 31-ാമത്തെ വചനത്തിലൂടെ ചോദിക്കുന്നുണ്ട്, ഖുൽ മൻ യർസുഖുക്കും മിനസ് സമാഇ വൽ അർള് അമ്മൻ യംലിക്കു സ്സംഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംർ ഫസയഖൂലൂന അല്ലാഹ് അഫലാ തത്തഖൂൻ. പ്രവാചകന്റെ കാലത്ത് ജീവിച്ചിരുന്ന മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളോടുള്ള ചോദ്യമാണ്. അവരുടെ ചിന്തയെ തട്ടി ഉണർത്തുന്ന നിലയിൽ നിങ്ങൾ എന്തിനാണ് ഈ അല്ലാഹു അല്ലാത്തവർക്ക് ആരാധന ചെയ്യുന്നു എന്ന ചോദ്യം, ആ ചോദിക്കുന്നതോടൊപ്പം തന്നെ അവരെ ചിന്തിപ്പിക്കുന്ന നിലയിൽ ചോദിച്ച ചോദ്യമാണ്. ആരാണ് നിങ്ങൾക്ക് ആകാശത്ത് നിന്ന്, മുകൾ ഭാഗത്ത് നിന്ന്, ഉപരിഭാഗത്ത് നിന്ന് ഉപജീവനം നൽകുന്നത് ആരാണ്? അതേപോലെ തന്നെ കേൾവിയും കാഴ്ചയും ഒക്കെ നിയന്ത്രിക്കുന്നതാരാണ്? അധീനപ്പെടുത്തിയിട്ടുള്ളതാരാണ്? ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും പുറത്തു കൊണ്ടുവരുന്നതാരാണ് എന്ന്. അതുപോലെ തന്നെ വമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതാരാണ് എന്ന് അവരോട് ചോദിച്ചാൽ ഫസയഖൂലൂൻ, അവർ പറയും അല്ലാഹു ആണെന്ന് അവർ പറയും. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തതായിരുന്നു അവരുടെ തകരാറ് എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പറയുകയും എന്നിട്ട് മുദബ്ബിറുൽ അംർ അല്ലാഹു അല്ലാത്തവരിലേക്ക് ചേർത്ത് പറയുകയും ചെയ്യുന്നുവെങ്കിൽ ആരാണ് വിശ്വാസത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് എന്നുള്ളത് നാം ചിന്തിച്ചു നോക്കേണ്ട കാര്യങ്ങളാണ്. അതുമല്ല, ഖബർ പൂജയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും എല്ലാ ഇതും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക മാധ്യമങ്ങളിലൂടെ അതിനൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രചാരം എത്ര വലുതാണ്. ക്യാൻസർ എന്ന് പറയുന്ന മാരക രോഗം, ആ മാരക രോഗത്തിന് വെള്ളത്തിൽ തുപ്പിയ വെള്ളം കുടിച്ചാൽ ക്യാൻസർ മാറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും തലതിരിഞ്ഞ ജുഗുപ്സാവഹമായ, നിന്ദ്യമായ, നീചമായ, മനുഷ്യരുടെ മുമ്പിൽ പറയാൻ അറക്കുന്ന നിലയിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക നാം. എന്തിനാണ് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഒക്കെ നിർമ്മിച്ചുകൊണ്ട് അങ്ങനെ തെക്കോട്ടും വടക്കോട്ടും ഓടുന്നത്? തന്നെയുമല്ല, ഏറ്റവും രസകരമായ കാര്യം, ആ വെള്ളത്തിൽ തുപ്പിക്കൊടുക്കുന്നത് ആരാണോ അദ്ദേഹത്തിന് രോഗം വന്ന സന്ദർഭത്തിൽ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റിയും ലോകത്തെ ഏറ്റവും വലിയ ഡോക്ടർമാരെയും പ്രഗത്ഭന്മാരായ ഡോക്ടർമാരെയും അന്വേഷിച്ചു പോയി എന്നുള്ളത് ഇത് വിശ്വസിക്കുന്ന, ഇത് പറയുമ്പോൾ കേൾക്കുന്ന, അതിന് കൈയടിക്കുന്ന തക്ബീറിയയിൽ നിന്ന ആൾക്കാർക്കൊക്കെ നന്നായി അറിയാം. എന്നിട്ട് പോലും അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഇത്തരം തലതിരിഞ്ഞ വിശ്വാസങ്ങൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ വിട്ടുകഴിഞ്ഞാൽ മനുഷ്യൻ പോകുന്ന പോക്കിന് കയ്യും കാലും ഉണ്ടാവില്ല. നമുക്ക് എങ്ങോട്ട് പോകുന്നു എന്ന് പറയാൻ കഴിയില്ല. വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാഇ ഫതഖ്തഫുഹു അത്തൈർ ഔ തഹ്വീ ബിഹി റീഹു ഫീ മക്കാനിൻ സഹീഖ്. എത്ര ചിന്തനീയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചത്. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവൻ അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. അങ്ങനെ വീണാൽ സംഭവിക്കുന്നത് എന്താണ്? ഫതഖ്തഫുഹു അത്തൈർ, പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകും. ഔ തഹ്വീ ബിഹി റീഹു ഫീ മക്കാനിൻ സഹീഖ്, അല്ലെങ്കിൽ കാറ്റ് അവനെ അടിച്ച് വിദൂരമായ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഒരു കൊക്കയിലോ ഒരു പ്രദേശത്തോ അവനെ കൊണ്ടുപോയിടും. ഒരു സ്ഥലത്തും അവന് ശാന്തി കിട്ടില്ല, സമാധാനം കിട്ടില്ല, മനസ്സിന് സ്വസ്ഥത ഉണ്ടാവില്ല. ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക്, അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടിപ്പാഞ്ഞു നടക്കുക, ഒരു സ്വസ്ഥതയും എവിടെയും കിട്ടുകയില്ല. അങ്ങനെയുള്ളൊരവസ്ഥാവിശേഷം. മറിച്ച് അല്ലാഹുവിൽ ഏൽപ്പിച്ചാലോ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അള്ളാഹു പോരെ അവൻ്റെ ദാസന് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യം. അള്ളാഹുവിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വൈദാ മരുൽതു ഫഹുവ യശ്ഫീൻ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, എനിക്ക് രോഗം വന്നാൽ ആ രോഗം സുഖപ്പെടുത്തി തരുന്നത് അള്ളാഹുവാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അതിലേക്ക് മടങ്ങുന്നതിന് പകരം ഇത്തരം കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഞാൻ സൂചിപ്പിച്ചത്, വിശ്വാസ രംഗത്ത് അതിശക്തമായ ഓട്ടം നാം ഓടിയിട്ടില്ല എങ്കിൽ ഇത്രയും നമ്മുടെ മുൻഗാമികളായ ആൾക്കാർ
ചർവണം നടത്തി, ഒരുപാട് സംവാദങ്ങളും ഒരുപാട് വാദപ്രതിവാദങ്ങളും നടത്തി. ഏകനായ അള്ളാഹു മാത്രമേ ഏതവസരത്തിലും സഹായം തേടാൻ അർഹതയുള്ളൂ, വേറെ ആർക്കും അർഹതയില്ല. പ്രാർത്ഥനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണ്, നേർച്ചകൾക്കും വഴിപാടുകൾക്കും അർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയതിൻ്റെ പരിണിതഫലമാണ് ശിർക്കിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു പറ്റം ആളുകൾ ഈ നാട്ടിലുണ്ടായത്. അതും കൂടിയില്ലായിരുന്നുവെങ്കിൽ മൂക്കറ്റം ശിർക്കിൽ മുങ്ങി ജീവിക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെയുള്ളവരുടെ പിൻതലമുറ എന്താണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓർക്കുക. ശിർക്കിന് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ നൽകി, പുതിയ ഗവേഷണങ്ങൾ നടത്തി ഈ സമൂഹത്തെ, ഈ അജ്ഞരായ സമൂഹത്തെ ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം, ഏറ്റവും പ്രധാനമായത്, ഒരു അറബിക് കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്ന സനതെടുത്ത് പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു പ്രബോധകനായി മാറണം. ആ പ്രബോധനത്തിൽ അവൻ്റെ ഭൗതികമായ ജോലി തിരക്കുകളും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ള അതാണ്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളൊക്കെ ഇപ്പോഴും മുന്നോട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഭൗതികമായ ജോലിക്കോ അതുപോലുള്ള കാര്യങ്ങൾക്കോ ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല, ഒരു പുരോഗതിക്കുറവും ഉണ്ടായിട്ടില്ല. എവിടെയൊക്കെ എത്താൻ കഴിയുമോ അവിടെയൊക്കെ എത്തുന്ന നിലയിൽ എത്തുകയും അതോടൊപ്പം തന്നെ ഈ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റിക്കൊണ്ടു പോവുകയും ചെയ്താൽ അറിയാത്ത നിലയിലൂടെ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. കാരണം ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും, അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാൻ തയ്യാറായാൽ അവൻ നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തും. എങ്ങോട്ടും നിങ്ങളുടെ പാദം പതറുകയില്ല. പാദം പതറിയിട്ട് എവിടെയും കൊക്കയിൽ പോയി വീഴേണ്ട ആവശ്യം വരില്ല. അടി ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവൻ്റെ സഹായത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം നൽകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ അവനിൽ ഏൽപ്പിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പ്, ആ സമൂഹത്തിലെ ശാന്തിയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. രണ്ടാമതൊരു കാര്യം എനിക്ക് ഉണർത്താനുള്ളത്, വിശുദ്ധ ഖുർആനെതിരെയുള്ള നീക്കങ്ങൾ ഇന്ന് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനെതിരെയുള്ള നീക്കങ്ങൾ നമുക്കറിയാം. വിശുദ്ധ ഖുർആന്റെ അവതരണം ആരംഭിച്ച സന്ദർഭത്തിൽ തന്നെ, പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ വിശുദ്ധ ഖുർആനെതിരെ നീക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ജാലവിദ്യയാണ്, ഇത് സിഹ്റാണ്, ഇത് കവിതയാണ്, ഇതെന്തോ ഭ്രാന്ത് പറയുകയാണ്, ഇത് കെട്ടുകഥയാണ് എന്നൊക്കെ പറഞ്ഞു നോക്കിയ പലരും അന്നുണ്ടായിരുന്നു. ആ പറഞ്ഞവർ അവസാനം വിശുദ്ധ ഖുർആന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിന്ന കാഴ്ചയാണ് നാം കാണുന്നത് എങ്കിൽ, അതേ അവസ്ഥ ഇന്ന് കുറേ ആളുകൾ വിശുദ്ധ ഖുർആനെതിരെ, ഇസ്ലാമിനെതിരെ, അള്ളാഹുവിനെതിരെ, പ്രവാചകനെതിരെ, മുസ്ലിം ഉമ്മത്തിനെതിരെ ഇന്ന് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്ന ആൾക്കാർ അതിനകത്തുണ്ടാകും. അതുപോലെ തന്നെ ഈ ഓരോ രംഗത്ത് നിന്ന് വ്യതിചലിച്ച് എക്സ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവരുണ്ടാകും, ത്രിസംഖികളുണ്ടാകും, സംഘപരിവാരത്തിൻ്റെ ആളുകളുണ്ടാകും. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഖുർആനെ ഇല്ലായ്മ ചെയ്യാൻ, ഖുർആൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഒരു വരിയെങ്കിലും, ഈ അടുത്തൊരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ്, വിശുദ്ധ ഖുർആനിൽ ഒരു വരിയെങ്കിലും കൊള്ളാവുന്നതുണ്ടോ എന്ന് ചോദിച്ച ഒരു ചോദ്യം, ആ മനുഷ്യൻ്റെ അജ്ഞതയുടെ ആഴം എത്ര വലുതാണ് എന്നുള്ളത് നാം ചിന്തിച്ചു നോക്കുക. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അന്നാസു അഅദാഉ മാ ജഹിലു, മനുഷ്യൻ അവൻ അറിഞ്ഞുകൂടാത്തതിൻ്റെ ശത്രുവാണ്. അവൻ അറിഞ്ഞുകൂടാത്തതിൻ്റെ ഒന്നുകിൽ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിവില്ല എന്ന് നടിക്കുന്നു, ഉറക്കം നടിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഇതിനെതിരെ ഇങ്ങനെ ശ്രമിച്ചാൽ മാത്രമേ തനിക്ക് നിലനിൽപ്പുണ്ടാവൂ എന്നുള്ള ചിന്തയായിരിക്കും. ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ കൊള്ളാവുന്ന ഒരു വരിയുണ്ടോ എന്ന് ഒരൊറ്റ വാചകമാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. വിശുദ്ധ ഖുർആനിൽ കൊള്ളരുതാത്ത ഒരു വാക്ക് കാണിച്ചു തരാൻ കഴിയുമോ ഇത്തരം ആളുകൾക്ക്? വിശുദ്ധ ഖുർആനിലെ കൊള്ളരുതാത്ത ഒരു വാക്ക് ഒന്ന് കാണിച്ചതാ, എന്നിട്ട് പറയാം. 1400 വർഷം മുമ്പ് വിശുദ്ധ ഖുർആനെതിരെ രംഗപ്രവേശം ചെയ്ത ആൾക്കാരോട് വിശുദ്ധ ഖുർആൻ ചോദിച്ച ആ ചോദ്യം വളരെ ധൈര്യപൂർവ്വം ചോദിക്കാൻ വിശുദ്ധ ഖുർആനിൻ്റെ ആളുകൾക്ക് കഴിയും. എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ നല്ലത് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം മനുഷ്യന് നല്ലതല്ല എന്ന് വസ്തുനിഷ്ഠമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കാൻ ഇന്ന് വരെ ഖുർആനിൽ വല്ല നല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ നിഷിദ്ധമാണ്, അടുക്കരുത്, സമീപിക്കരുത് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം മനുഷ്യന് നല്ലതാണ് എന്ന് തെളിയിക്കാൻ ഖുർആനെതിരെ ആക്രോശിക്കുന്നവർക്ക് കഴിയുമോ?
കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾ ഖുർആനെ കുറിച്ച് പഠിച്ചിട്ടില്ല, പഠിക്കാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അജ്ഞത നടിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്നായി മാറും ഇത്തരത്തിലുള്ള വീരവാദങ്ങൾ എന്ന് പറയുകയാണ്. വിശുദ്ധ ഖുർആനിൽ കൊള്ളരുതാത്തതായി ഒരു വാക്കുപോലുമില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ കൊള്ളാവുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് തന്നെ മാത്രം അത് വ്യക്തമായി നമുക്ക് കേൾക്കാൻ കാണാൻ കഴിയും. കൊള്ളാവുന്ന വല്ലതും ഒരു വരിയെങ്കിലും ഉണ്ടോ എന്നാണല്ലോ ചോദ്യം. ഒരൊറ്റ വിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ വചനം, ആ ഒരൊറ്റ വചനം കൊണ്ട് മാത്രം സർവ്വ നന്മകളും സർവ്വ തിന്മകളും വ്യക്തമാക്കി മനസ്സിലാക്കാവുന്ന നിലയിൽ വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത്തരം ആൾക്കാരുടെ അറിവിലേക്കായി പറയാനുള്ള ധൈര്യവും തൻ്റെ ഇടവും ആർജിക്കണമെങ്കിൽ നാം ഇത് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ വേണം. അത് മറ്റൊന്നുമല്ല, സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ വചനം. ആ വചനം ഇങ്ങനെയാണ്: ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅ്ലുക്കും ലഅല്ലക്കും തദക്കറൂൻ. ഒരു വചനമാണിത്, ഒറ്റ വചനം. ഈ ഒറ്റ വചനം എന്താണോ ഉൾക്കൊള്ളുന്നത് അതാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യരാശിയോട് പറയുന്നത്. അതിലെന്തൊക്കെ നന്മകൾ പറഞ്ഞോ ആ നന്മകളാണ് വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ നന്മകൾ ഉൾക്കൊള്ളുന്ന മനുഷ്യൻ നല്ലവനാകും. അവൻ്റെ സ്വന്തം ജീവിതത്തിനും അവൻ്റെ കുടുംബത്തിനും അവൻ്റെ സമൂഹത്തിനും അവൻ്റെ രാജ്യത്തിനും ഈ ലോകത്തിന് തന്നെയും ഏറ്റവും നല്ല മനുഷ്യനായി മാറും. ആ നിലയിലുള്ള ഒറ്റ വചനമാണ് ഞാൻ പറഞ്ഞത്. ഒരു വരിയുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഈ ഒരു വാചകം മാത്രം പറയട്ടെ മറുപടിയായി. എന്താണ് അതിൽ പറഞ്ഞത്? ഇന്നല്ലാഹ, അല്ലാഹു യഅ്മുറു, കൽപ്പിക്കുന്നു, ബിൽ അദ്ലി, നീതി പാലിക്കാൻ, വൽ ഇഹ്സാൻ, നന്മ ചെയ്യാൻ, വഇതാഇ ദിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക് ധനസഹായം ചെയ്യാൻ. 3 കൽപ്പന: നീതി, അതുപോലെ തന്നെ നന്മ, ധനപരമായ സഹായം. ഇത് 3 സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്ക് ഖുർആന്റെ ആഴം. അതുപോലെ തന്നെ വയൻഹാ, ഖുർആൻ വിരോധിക്കുന്നു, അല്ലാഹു വിരോധിക്കുന്നു, അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി, മ്ലേച്ഛമായ സർവകാര്യവും അതേപോലെ തന്നെ ദുരാചാരം, അതിക്രമം, ഇതൊക്കെ അള്ളാഹു വിരോധിക്കുകയും ചെയ്യുന്നു. ഇത് 3 അകറ്റി നിർത്തേണ്ട കാര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മ്ലേച്ഛമായ എല്ലാ കാര്യങ്ങളിലും വിട്ടുനിന്നാൽ ആ മനുഷ്യൻ നന്മയുടെ മകുടോദാഹരണമായി മാറും. അതുപോലെ ദുരാചാരങ്ങളിൽ നിന്ന് അകന്നു നിന്നാൽ അവൻ നല്ലവനായി മാറും. അതിക്രമങ്ങൾ ചെയ്യാതെ ജീവിച്ചാൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ ഈ 90-ാമത്തെ വചനത്തിന് ഒരു സവിശേഷതയുണ്ട്. ഈ അറേബ്യയിലെ തത്വചിന്തകനായിരുന്ന അക്സം ഇബ്നു സൈഫി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം അറേബ്യയിലെ തത്വചിന്തകനാണ്. അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെക്കുറിച്ചും മുഹമ്മദ് നബി എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് ഈ അക്സം ഇബ്നു സൈഫിയുടെ ദൂതൻ 3 ചോദ്യമാണ് ചോദിച്ചത്. ഒന്നാമത്തെ ചോദ്യം മൻ അന്ത, രണ്ടാമത്തെ ചോദ്യം മാ അന്ത, മൂന്നാമത്തെ ചോദ്യം മാതാ തഖൂൽ. ഇതാണ് 3 ചോദ്യം. എന്തൊക്കെയാണ്? 1 മൻ അന്ത, നീ ആരാണ്? 2 മാ അന്ത, നീ എന്താണ്? 3 മാതാ തഖൂൽ, നീ എന്താ പറയുന്നത്? മൻ അന്ത എന്നുള്ള ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു: അന മുഹമ്മദ് ഇബ്നു അബ്ദുല്ല, ഞാൻ അബ്ദുള്ളയുടെ മകനായ മുഹമ്മദാണ്. നീ എന്താണെന്നുള്ള ചോദ്യത്തിന് അന റസൂലുള്ള, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. നിനക്കെന്താ പറയാനുള്ളതെന്ന ചോദ്യത്തിന് കേട്ടോ: ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅ്ലുക്കും ലഅല്ലക്കും തദക്കറൂൻ. ഇത് കേട്ട മാത്രയിൽ ആ ദൂതനായ മനുഷ്യൻ അക്സം ഇബ്നു സൈഫിയുടെ അടുക്കലേക്ക് തിരിച്ചു എന്നിട്ട് പറഞ്ഞു, അവിടെ നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു. അക്സം ഇബ്നു സൈഫി ഒരു തത്വചിന്തകനായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം കേട്ടപാടെ ഇവരോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? മുഹമ്മദ് പറയുന്നത്, കൽപ്പിക്കുന്നത് ഏറ്റവും നല്ലത്, മുഹമ്മദ് വിരോധിക്കുന്നത് ഏറ്റവും ചീത്തയായ കാര്യം. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? കൂനൂ റുഅസാ വലാ തകൂനൂ അദ്നാബാ, നിങ്ങൾ ഇതിൻ്റെ തലകളാകണം, ഒരിക്കലും വാലുകളാകരുത് എന്ന് പറഞ്ഞാൽ ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നിട്ടിറങ്ങി ഈ ആശയം പ്രചരിപ്പിക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങണം.
അല്ലാതെ ഇത് ഉൾക്കൊള്ളാതെ പിന്തി നിന്നുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോകുന്നവരായി ഒരിക്കലും നിങ്ങൾ മാറരുത് എന്ന് ആ ഹക്സം ഇബ്നു സൈഫി അദ്ദേഹത്തിൻ്റെ ദൂതനോട് പറഞ്ഞ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വചനമാണിത്. ഇത് നിഷേധിക്കാൻ കഴിയുമോ? ഇത് നല്ലതല്ല, മനുഷ്യന് ഉപകാരപ്പെടുന്ന ഒന്നുമല്ല എന്ന് ഈ ചോദ്യം ചോദിച്ച ആളുകൾക്ക് പറയാൻ കഴിയുമോ? തന്നെയുമല്ല, സർവ്വ നന്മകളും കൽപ്പിക്കുകയും സർവ്വ തിന്മകളും വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം തന്നെ. വിശുദ്ധ ഖുർആൻ സൂറത്തു അഅറാഫിലെ 157-ാമത്തെ വചനത്തിൽ അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മി അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത് ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. വിജയം കൈവരിക്കണമോ? ഈ പ്രവാചകനെ ഇത്തിബായി ചെയ്യുക. ആരാണ് ആ പ്രവാചകൻ? ആ പ്രവാചകൻ നബിയാണ്, ഉമ്മിയാണ്, റസൂലാണ്. അദ്ദേഹത്തെ തൗറാത്തിലും ഇഞ്ചീലിലുമൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അതിൻ്റെ ഒന്നും വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. യഅ്മുറുഹും ബിൽ മഅറൂഫ്, ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ഈ പ്രവാചകൻ, ഈ റസൂൽ, ഈ നബി എന്താ ചെയ്യുന്നത്? യഅ്മുറുഹും ബിൽ മഅറൂഫ്, സദാചാരം കൽപ്പിക്കുന്നു. വയൻഹാഹും അനിൽ മുൻകർ, ദുരാചാരം വിരോധിക്കുന്നു. വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത്, എല്ലാ നല്ലതും അനുവദനീയമാക്കുന്നു. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, എല്ലാ മ്ലേച്ഛമായ കാര്യങ്ങളും നിഷിദ്ധമാക്കുന്നു. വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാലല്ലതി കാനത് അലൈഹിം, പൗരോഹിത്യം പടച്ചുണ്ടാക്കിയ ഭാണ്ഡവും പൗരോഹിത്യം പടച്ചുണ്ടാക്കിയ ചങ്ങലകളും എറിയാൻ പാകത്തിൽ അവരെ പാകപ്പെടുത്തുന്നു. എന്നിട്ട് പറയുകയാണ്, ആ പ്രവാചകനിൽ വിശ്വസിക്കുകയും ആ പ്രവാചകനെ പിന്തുണയ്ക്കുകയും ആ പ്രവാചകനെ സഹായിക്കുകയും വത്തബഉന്നൂറല്ലദീ ഉൻസില മഅഹ്, ആ പ്രവാചകനോടൊപ്പം അവതരണീയമായ വെളിച്ചത്തെ, പ്രകാശത്തെ പിൻപറ്റുകയും ചെയ്യുന്നവരാരോ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയം കൈവരിക്കുന്നവർ. വിജയം കൈവരിക്കാനുള്ള മാർഗങ്ങളാണ് ഈ പറഞ്ഞു തന്നത്. വിജയിക്കാനുള്ള മാർഗങ്ങളെ ഖുർആൻ പറയുന്നുള്ളൂ, നശിക്കാനുള്ള മാർഗങ്ങൾ പറയുന്നില്ല. വിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ടാണ് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഖുർആൻ, നമ്മുടെ പ്രമാണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഖുർആനെതിരെയുള്ള നീക്കങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയ്ക്കെതിരെയും പ്രവാചകനെതിരെയുമുള്ള നീക്കങ്ങൾ, ഇതൊക്കെ നാം കണ്ടില്ലെന്ന് നടിച്ചുകൂടാ. ഇതൊക്കെ നാം മനസ്സിലാക്കിക്കൊണ്ട് ആ രംഗത്ത് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മുടെ നാവ് കൊണ്ടും തൂലിക കൊണ്ടും നമ്മളുടെ സംസാരം കൊണ്ടും എത്രമാത്രം ചെയ്യാൻ കഴിയുമോ അത്രമാത്രം ചെയ്യുമ്പോഴാണ് പ്രിയമുള്ളവരെ നാം പഠിച്ച വിജ്ഞാനത്തിൻ്റെ എന്തെങ്കിലും ഒരംശം ബാക്കിയുള്ളവർക്ക് കൈമാറിയതായി മാറുകയുള്ളൂ. മറിച്ച് നാം നേടിയ വിജ്ഞാനം മറ്റുള്ളവർക്ക് കൈമാറാതെ സ്വന്തം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ നന്നായി ജീവിക്കുന്നുണ്ട്, എൻ്റെ ജീവിതം കുറ്റമറ്റതാണ്, ഞാൻ ശിർക്ക് ചെയ്യുന്നില്ല, ബിദ്അത്ത് ചെയ്യുന്നില്ല, എല്ലാ കാര്യങ്ങളും പ്രവാചകൻ്റെ സുന്നത്തനുസരിച്ച് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്, എനിക്ക് ബാക്കിയുള്ള ആരോടും ഒരു ഉത്തരവാദിത്വമില്ല, ബാധ്യതയില്ല, ഞാൻ മികച്ചവനാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയാൽ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് മറുപടി പറയേണ്ടി വരും. അറിവിനെ കുറിച്ച് അള്ളാഹു ചോദിക്കും, ആ അറിവ് കൊണ്ട് എന്ത് ചെയ്തു എന്നും ചോദിക്കും. ആ ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ നാം പഠിച്ച അറിവിങ്ങനെ നിർഗളിക്കണം ഈ സമൂഹത്തിലേക്ക്, സത്യത്തിൻ്റെ ശബ്ദമായി, മൂല്യങ്ങളുടെ ശബ്ദമായി, സർവ്വ ഇരുട്ടുകളെയും ഭേദിക്കുന്ന വെളിച്ചമായി ഇതിങ്ങനെ പ്രസരിക്കണം. ആ പ്രസരിക്കലാണ് അറബിക് കോളേജുകളുടെ സന്തതികളിലൂടെ, അറബിക് കോളേജുകളിലൂടെ ഈ കേരളീയ സമൂഹത്തിന് വെളിച്ചം പകർന്നു കൊടുത്തത് എന്ന് ഒന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്, ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട്. ഇനി മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, മുസ്ലിം ഉമ്മത്ത് ഇന്ന് ജീവിക്കുന്നത് ശക്തമായ വെല്ലുവിളികൾക്ക് മധ്യേയാണ്. ഏറ്റവും വലിയ വെല്ലുവിളി ഇസ്ലാം എന്ന് പറഞ്ഞാലും മുസ്ലിം എന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഒരുതരം പേടിയാണ്. എന്തിനാണ് ഈ പേടിക്കുന്നത്? ഇസ്ലാം പേടി, ഇസ്ലാമോ ഫോബിയ എന്നൊക്കെ പേരിട്ടതിനെക്കുറിച്ച് പറയാറുണ്ട്. എങ്ങനെയാണ് സമാധാനവും ഭയവും കൂടി ഒരുമിച്ച് കൂടുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇസ്ലാം എന്ന പദത്തിൽ വരുന്നത് സിൽമ്, സമാധാനം, ശാന്തി എന്ന പദത്തിൽ നിന്ന് വരുന്നതാണ്.
അത് ഉൾക്കൊള്ളുന്നവൻ സ്വയം സമാധാനം അടയുന്നവനും മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്നവനുമായി ജീവിക്കുന്ന ഒരുത്തനെക്കുറിച്ച് എന്തിനാണ് പേടി? പക്ഷേ പേര് കാണുമ്പോൾ നേരത്തെ ഇവിടെ ഭരണഘടനയുടെ ചർച്ചയിൽ ആരോ സംസാരിച്ചതുപോലെ നെറ്റിത്തടത്തിൽ കാണുന്ന അടയാളം നോക്കിക്കൊണ്ട് മനുഷ്യനെ വേർതിരിച്ച് പരസ്പരം രക്തം ചിന്തുന്ന കൊന്നൊടുക്കുന്ന അവസ്ഥ. എന്തിനേറെ എത്രയധികം ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ബഹുസ്വരതയുടെ നാടാണ്. എല്ലാ മനുഷ്യരും ഏകോദര സഹോദരന്മാരെ പോലെ അവരവരുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവരവരുടെ ആരാധനാകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ ആരാധനാലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ആർക്കും പരസ്പരം ഒരു ബുദ്ധിമുട്ടും പ്രയാസവുമില്ലാതെ വളരെ ഏകോദര സഹോദരന്മാരെ പോലെ തോളോട് തോള് ചേർന്ന് ജീവിക്കുന്നു. അമ്പലവും ചർച്ചും പള്ളിയും മതിലോട് മതിൽ ചേർന്ന് നിൽക്കുന്നു. അത്രയും സുന്ദരമായ ഈ നാട്ടിൽ ഈ പരസ്പരമുള്ള വെറുപ്പും വിദ്വേഷവും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് ഇസ്ലാമിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ പ്രധാനമായിട്ടുള്ളത് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച മതമാണ്, ജിഹാദ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും കൊന്നൊടുക്കാൻ പറയലാണ്, നിർദ്ദേശിക്കലാണ് എന്നൊക്കെയുള്ള വിഡ്ഢിത്തങ്ങൾ പുലമ്പിക്കൊണ്ട് ഇസ്ലാമിനെതിരെ ആക്രോശിച്ചുകൊണ്ട് ഇസ്ലാമിനെ മൊത്തത്തിൽ ഒരു ഭീകരതയുടെ അവസ്ഥയാക്കി മാറ്റി മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഭീകരരാണക്കി ചിത്രീകരിച്ച് മുസ്ലിമീങ്ങളുടെ ആരാധനാലയമായ പള്ളികൾ അതിൻ്റെ കേന്ദ്രങ്ങളായി ചിത്രീകരിച്ച് ഒക്കെ കൊണ്ടുപോകുന്ന ഒരു തലതിരിഞ്ഞ അവസ്ഥാവിശേഷം വടക്കേ ഇന്ത്യയിൽ നിന്നും നമ്മളുടെ സംസ്ഥാനത്തേക്കും കുറേശ്ശെയായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ ഇസ്ലാം അതിൻ്റെ സന്ദേശത്തെ ആരുടെയെങ്കിലും പേരിൽ അടിച്ചേൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. നിങ്ങൾ നോക്കുക, വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലത്താണ് ഇക്കാര്യം വ്യക്തമാക്കി പറയുന്നത്. ഒന്ന് മതസഹിഷ്ണുത പറയുന്ന ഇടമാണെങ്കിൽ മറ്റൊന്ന് ബഹുസ്വരത പറയുന്ന സ്ഥലമാണ്. ഇതെല്ലാം പറയുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ നോക്കിയാൽ വിശ്വാസത്തിൻ്റെ മാറ്റ് അവിടെ പറഞ്ഞുകൊണ്ടാണ് അതിനുശേഷം ഇക്കാര്യം പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. പക്ഷേ ഈ വിശ്വാസത്തെ ആരുടെ മേലും അടിച്ചേൽപ്പിക്കാൻ തയ്യാറില്ല. നിങ്ങൾ നോക്കുക, ലാ ഇക്രാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്യ് എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ വചനത്തിൻ്റെ തൊട്ടു മുമ്പുള്ളത് ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസിയുടെ അർത്ഥം ഈ സദസ്സിന് ഞാൻ പറഞ്ഞു തരണമോ? ആവശ്യമില്ലല്ലോ. അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് പറയുന്ന, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഊന്നിപ്പറയുന്ന വചനമാണ് ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി കൃത്യമായി പഠിപ്പിച്ചതിന് ശേഷം ഇതാണ് തൗഹീദ്, ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ് ലാ ഇക്രാഹ ഫിദ്ദീൻ. ഈ മതത്തിൽ ബലാത്കാരമില്ലിട്ടോ. ആരെയും ബലമായി പിടിച്ച് ഇസ്ലാമിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ്. എന്നിട്ടാണ് ഇസ്ലാമിനെതിരെ പറയുന്നത് ഇത് ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തി ആൾക്കാരെ കൂട്ടുന്ന മതമാണ്. വേണ്ട, അങ്ങനെ ആരെയും ഈ മതത്തിലേക്ക് ആവശ്യമില്ല. ഒരാളും വരികയും വേണ്ട, ഒരാളെയും വരുത്തുകയും വേണ്ട. ഖുർആൻ അതാണ് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലം നിങ്ങൾ എടുത്തു നോക്ക്, സൂറത്തുൽ കാഫിറൂൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അവിടെ ഇലാഹ് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് വളരെ കൃത്യമായി വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലയുടെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുറന്നു പ്രഖ്യാപിക്കുന്ന വചനങ്ങളാണത്. നിങ്ങൾ ആരാധിക്കുന്നവയെ ഞാൻ ആരാധിക്കുകയില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾക്കും ആരാധിക്കാൻ കഴിയില്ല. ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ പിന്നുള്ള ഒരേ ഒരു മാർഗമുള്ളൂ. എന്താണത്? ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെൻ്റെ മതം. അതാണ് മതസഹിഷ്ണുത എന്ന് പറയുന്നത്. ഇത് പഠിപ്പിച്ച ഗ്രന്ഥമാണ്. പിന്നെ എങ്ങനെ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കാൻ കഴിയും? ഇത് ഉൾക്കൊള്ളുന്നവരെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കാൻ കഴിയും? അപ്പോൾ ആ നിലയിലുള്ള കാര്യങ്ങൾ, ഇസ്ലാമോഫോബിയ അതിങ്ങനെ പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ക്യാമ്പസുകളിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഒരു മുസ്ലിം അല്ലാത്ത പെൺകുട്ടിയുമായി കൂടുതൽ അടുപ്പത്തിലായി അത് വിവാഹത്തിലേക്കെങ്ങാനും എത്തിക്കഴിഞ്ഞാൽ അതിന് പേര് വന്നു ലവ് ജിഹാദ്. ആ പേരാണ് അതിന് കൊടുക്കുക. ഇങ്ങനെ പലതും ഇസ്ലാമിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷം.
സംഘപരിവാറിൻ്റെ നീക്കങ്ങൾ മുസ്ലിം സമൂഹത്തെ ഭയത്തിൻ്റെ രംഗത്തേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ ഉമ്മത്തെ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ചാൽ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ആര് പേടിപ്പിച്ചാലും പേടിക്കേണ്ട ആവശ്യവുമില്ല. ഇപ്പം നോക്കുക, നമ്മൾ ഓരോ നാടുകൾ, ജപ്പാനും ചൈനയും അതുപോലെ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും നാം പരിശോധിച്ചു നോക്കിയാൽ അവരുടെ മണ്ണിനടിയിൽ എന്താണുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സ്വർണമുണ്ടോ എണ്ണയുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പഴയ 500 700 കൊല്ലക്കാലം പഴക്കമുള്ള ഒരു പള്ളി തിരഞ്ഞെടുത്തിട്ട് അത് കുഴിച്ചു നോക്കുകയാണ്. അവിടെ ഏതെങ്കിലും വിഗ്രഹമുണ്ടോ, ഇത് പണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ആരാധനാലയമായിരുന്നോ എന്ന് കുഴിച്ചു നോക്കുന്ന ഒരവസ്ഥ. നമ്മളും മറ്റ് രാജ്യങ്ങളിലും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ആ ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ശക്തമായ ഒരു വിധി അതിപ്പോൾ തൽക്കാലം ഒന്ന് മരവിപ്പിച്ച് നിൽക്കുകയാണ്. എന്തിനാണ് ഇത്രമാത്രം ഈ മതത്തോടും ഈ മതം വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരോടും ഇത്രമാത്രം വെറുപ്പും വിദ്വേഷത്തിൻ്റെയും ആവശ്യമെന്താണ് എന്ന് നമുക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. നമ്മൾ ആരുടെയും മതത്തിൻ്റെ പേര് പറഞ്ഞ് മെക്കിട്ട് കയറാൻ നമ്മൾ ചെല്ലുന്നില്ല. ആരുടെയും ആരാധനാലയം കുഴിച്ചു നോക്കിയിട്ട് ഇത് പണ്ടിവിടെ ഒരു ഹൗലുണ്ടായിരുന്നു, ഇവിടെ ഒരു മൂത്രപ്പുര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരും ചെല്ലാറില്ല, ചെല്ലുകയുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. പക്ഷേ ഈ രൂപത്തിലുള്ള ഒരു ഭീഷണി വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വർഗീയതയുടെയും വിഭാഗീയതയുടെയും വിവേചനത്തിൻ്റെതുമായ വെല്ലുവിളി ശക്തമായി ഉണ്ട് എന്ന് തിരിച്ചറിയണം. അതിന് വേണ്ടത് മതേതര ചേരിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ്. നിർഭയത്വത്തോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. മറ്റൊരു ഭീഷണി ഇന്ന് വളരുന്ന തലമുറയെ വരിഞ്ഞു മുറുങ്ങിക്കൊണ്ടിരിക്കുന്ന ഭീഷണിയാണ്. സാംസ്കാരികമായി കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീഷണിയാണ് ലിബറലിസം എന്ന് പറയുന്നത്. വളരുന്ന തലമുറയെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണത്. ലിബറലിസം എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നിയന്ത്രണത്തിൽ നിന്ന് വ്യക്തിയെ പരമാവധി മോചിപ്പിച്ചിട്ട് സ്റ്റേറ്റ് വ്യക്തിയുടെ അവകാശങ്ങൾക്ക് സംരക്ഷണം നൽകുക എന്നതാണ് ലിബറലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മതത്തിൻ്റെ നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിൽക്കാൻ പാടില്ല, സമൂഹത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പാടില്ല. എല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സജീവമായി രംഗത്ത് വരിക. അങ്ങനെ സാംസ്കാരിക ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇത്രയും കാലം മോശമാണ്, ശരിയല്ല, അരുതാത്തതാണ്, പാടില്ല എന്ന് കരുതിയിരുന്ന പല സംഗതികളെയും നോർമലൈസ് ചെയ്തുകൊണ്ടാണ് ലിബറലിസം മുന്നോട്ട് പോകുന്നത്. അതിലേക്ക് നമ്മുടെ വീടകങ്ങളിലും ചിലപ്പോൾ നാം കുത്തിപ്പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ കെണിയിൽ വീണുപോയ ആരെങ്കിലുമൊക്കെ നമുക്കും കാണാൻ കഴിയും. ആ നിലയിലുള്ള ഒരു അവസ്ഥാവിശേഷം നമ്മൾ കാണുകയാണ്. നോർമലൈസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലഹരി, പ്രണയം, സ്ത്രീയും പുരുഷനും ആണും പെണ്ണും തമ്മിലുള്ള കൂടിക്കലരൽ, കാഴ്ച, കേൾവി, സംസാരം, വസ്ത്രം, സൗന്ദര്യം, ജീവിത സൗകര്യങ്ങൾ, വിവാഹം, ദാമ്പത്യ ജീവിതം, ഇതിനൊക്കെ നോർമലൈസ് ചെയ്തു പോവുകയാണ്. ഇന്ന് വിവാഹം വളരെ ഇവിടൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മലപ്പുറം ജില്ലയെക്കുറിച്ച് കുറേയൊക്കെ ആഴത്തിൽ അറിയാവുന്ന ഒരുത്തനാണ് ഞാൻ. പക്ഷേ ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ മാതാപിതാക്കൾ വളരെ സങ്കടത്തോടു കൂടി വന്ന് പറയുന്നു, ഉസ്താദേ, എൻ്റെ മകൻ കല്യാണത്തിന് തയ്യാറാകുന്നില്ല, എൻ്റെ മകൾ കല്യാണം കഴിക്കാൻ തയ്യാറാകുന്നില്ല, എന്താ ചെയ്യുക? കല്യാണം കഴിക്കണ്ടെന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരവസ്ഥയാണ് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണം എന്താ? വിവാഹം എന്ന് പറയുന്നത്, ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു തരം ബന്ധനമാണ്, സ്വാതന്ത്ര്യത്തിൽ നിന്ന് പിടിച്ചു നിർത്തലാണ്. നമുക്ക് വേണ്ടത് സർവതന്ത്ര സ്വാതന്ത്ര്യമാണ്. വാനത്ത് പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികൾ വേളി കഴിക്കാറില്ലല്ലോ എന്ന് പാടാനും ചിന്തിക്കാനും പറയാനുമുള്ള അവസ്ഥാവിശേഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കെണിയിൽ പെട്ടുപോകുന്നു വളരുന്ന തലമുറ. വിവാഹം വേണ്ട, ഒന്നുകിൽ തീരെ വേണ്ട, അല്ലെങ്കിൽ വിവാഹം വൈകിക്കുക. ഇത് രണ്ടും ഉപദ്രവകരമായ കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെയുള്ള തന്നെയല്ല ചില പുതിയ മുദ്രാവാക്യങ്ങളുണ്ട്. എന്താ മുദ്രാവാക്യം? മൈ ബോഡി മൈ ചോയ്സ്. പുതിയ മുദ്രാവാക്യമാണ് നമ്മുടെ തലമുറയുടെ. എൻ്റെ ശരീരം ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാനാണ് തിരഞ്ഞെടുക്കേണ്ടതും തീരുമാനിക്കേണ്ടതും. എൻ്റെ ഉപ്പാക്ക് എന്തവകാശം, എൻ്റെ ഉമ്മാക്ക് എന്തവകാശം, എൻ്റെ അച്ഛൻ എന്തവകാശം, എൻ്റെ അമ്മയ്ക്ക് എന്തവകാശം, എൻ്റെ ശരീരം അതെങ്ങനെയെന്ന് ഞാൻ തീരുമാനിക്കണം, എൻ്റെ തിരഞ്ഞെടുപ്പ് എനിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരവസ്ഥാവിശേഷം. മറ്റൊരു വാചകം എന്താണെന്നറിയുമോ? യൂസ് ആൻഡ് ത്രോ, പിന്നെ ലിവിങ് ടുഗദർ, ഡിസ്പോസബിൾ സംസ്കാരം.
ഇതൊക്കെയാണ് ഇന്ന് സമൂഹത്തെ വരിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. തലമുറകൾ പലതും, നമ്മുടെ തലമുറ പലതും അതിൽ പെട്ടുപോകുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരും എമ്പാടുമുണ്ട്. ഈ ഇഖ്തിലാത്തിന് അഥവാ ആണും പെണ്ണും കൂടിക്കലരുന്നതിന് ഇസ്ലാം എന്തിനാണ് പരിധി നിശ്ചയിച്ചത്? ലിബറലിസത്തിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ അതിർവരമ്പുകൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിനാണല്ലോ നമ്മുടെയൊക്കെ സ്കൂളുകളിൽ പോലും വരുന്ന പഠന പരിഷ്കരണങ്ങളിലൊക്കെ ഈ ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്ന അവസ്ഥാവിശേഷവും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചില പരിഷ്കരണങ്ങൾ വരികയും മുസ്ലിം ഉമ്മത്തൊന്നടങ്കം അതിനെതിരെ ഒച്ചവെക്കുകയും ചെയ്തുകൊണ്ട് തൽക്കാലം മരവിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എങ്കിലും അത് പൂർണ്ണമായൊന്നും മാറ്റിയിട്ടില്ല എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഞാൻ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. ആ രംഗത്തൊക്കെ കുറേ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, അതുമായി ഇടപഴകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അത്ര ശുഭകരമല്ല അതിൻ്റെ അവസ്ഥ എന്നുള്ളത് നാം തിരിച്ചറിയുക. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥാവിശേഷം, അതുപോലെ തന്നെ വസ്ത്രധാരണം, എന്തിനാണ് ആണിനും പെണ്ണിനും വെവ്വേറെ വസ്ത്രം, എല്ലാവർക്കും ഒരേ തരം വസ്ത്രം പോലെ എന്നുള്ള ചിന്താഗതികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. ലിബറലിസം എന്ന് പറഞ്ഞാൽ എല്ലാ അതിർവരമ്പുകളെയും ഇല്ലാതാക്കലാണ്. ആണും പെണ്ണും തമ്മിൽ പിന്നെ കൂടിക്കലരുന്നതിന് ഒരു വരയുണ്ട്, ഒരു പരിധിയുണ്ട്. ആ പരിധി ലംഘിക്കരുത് എന്ന് ഖുർആൻ, പരിശുദ്ധ ഇസ്ലാം, അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ ആ പരിധി ലംഘിച്ചാൽ ഉണ്ടാകുന്ന ദൂഷ്യങ്ങൾ വളരെ വലുതാണ് എന്ന് നാം തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എത്രയോ സംഭവങ്ങൾ. +2 പഠിക്കുന്ന പെൺകുട്ടി മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തി നോക്കുമ്പോൾ, എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നറിയാൻ വേണ്ടി പോസ്റ്റ്മോർട്ടം നടത്തി നോക്കുമ്പോൾ 5 മാസം ഗർഭമുള്ള കുട്ടിയെ വയറ്റിൽ പേറിക്കൊണ്ടാണ് +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് ഈ നാടിൻ്റെ പോക്ക് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ലിബറലിസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന രംഗമായി വരുന്നു. അതുപോലെ തന്നെ ലിവിങ് ടുഗദർ. ഇപ്പം ഈ എറണാകുളം ജില്ലയിൽ, എറണാകുളം സിറ്റിയിൽ ജീവിക്കുന്ന ഒരുവനെന്നുള്ള നിലയിൽ ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട്. പലപ്പോഴും കണ്ണ് മാറ്റിക്കൊണ്ട് പോകേണ്ട അവസ്ഥാവിശേഷമാണ് ഉണ്ടാകുക. അത് ആ ഇഖ്തിലാത്തിൻ്റെ, കൂടിക്കലരലിൻ്റെ ആ പരിധി ലംഘിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൽ നമ്മുടെ തട്ടമിട്ട മക്കളും ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ദേഷ്യം പിടിക്കരുത്. ആ തട്ടമെങ്കിലും മാറ്റിവെച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് സമാധാനിക്കാമായിരുന്നു. തട്ടം കൂടി ഒരല്പവും കൂടി കടന്ന് ഞാൻ പറയട്ടെ, മക്കന ധരിച്ച പെൺകുട്ടികളുണ്ടാകും. എൻ്റെ കണ്ട് കണ്ട കാഴ്ചകളാണ് ഞാൻ ഈ പറയുന്നത്. അത് ഇങ്ങനെ ഒരു തരം ജീവിതമാണ്. നമ്മുടെയൊക്കെ ചില വീടുകളുടെ പരിസരങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ട്. ഓരോ സ്ഥലത്ത് ജോലി ചെയ്യുന്നവർ ഒരിക്കലും അവർ ഭാര്യാഭർത്താക്കന്മാരല്ല, വിവാഹം കഴിച്ചവരല്ല. ഇപ്പോൾ അവർ ഒരുമിച്ച് ജീവിക്കുകയാണ് അവിടെ. അത് കഴിഞ്ഞാൽ അവരങ്ങോട്ട് പോകും. ഇങ്ങനെയുള്ള അവസ്ഥാവിശേഷം വല്ലാതെ വേദനിപ്പിക്കുന്ന രംഗങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാണാൻ തുടങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ കൊണ്ടുപോയി എത്തിക്കുന്നത് ഏറ്റവും ഭീകരമായ അവസ്ഥയിലായിരിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കുക. അള്ളാഹു കൽപ്പിച്ചത് അതിൻ്റെ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിച്ചാൽ ഇതൊക്കെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, ഒരു സംശയവുമില്ല. അത് വലിച്ചെറിഞ്ഞുകൊണ്ട് അതിർവരമ്പുകളെ നിഷേധിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ അതിനെ തകർത്തുകൊണ്ട് മുന്നേറിയാൽ അതിൻ്റെ തിക്തഫലങ്ങൾ ഒരുപാട് സമൂഹം അനുഭവിക്കേണ്ടി വരും. കാരണം അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലും ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് എത്രയോ ഫാദർലെസ് സന്തതികൾ ഇഷ്ടം പോലെ പെരുകുന്ന അവസ്ഥ അവിടെ ഉണ്ടായി. അവസാനം അവിടെ നിന്നൊക്കെ അത് കുറഞ്ഞിപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള അവസ്ഥ ഞാൻ ഈ സദസ്സിൽ ഇത് സൂചിപ്പിക്കുന്നത്, ഇവിടെ നിന്ന് ബിരുദമെടുത്ത് പുറത്തിറങ്ങുന്നവരും അവരെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നവരും അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നവരുമൊക്കെ ഇന്നത്തെ സമൂഹത്തിൻ്റെ ചിത്രം എല്ലാ രംഗത്തും സാമൂഹ്യമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു കൽപ്പിച്ചത് അത് കൽപ്പനയാണ്, വിരോധിച്ചത് വിരോധമാണ്. അത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കാൻ, ഹലാലാക്കിയതിനെ ഹറാമാക്കാൻ ഒരു വിശ്വാസിയായ മനുഷ്യന് യാതൊരു അധികാരവുമില്ല. മറ്റുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത്, വലാ തഖൂലൂ ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാമുൻ ലിതഫ്തറൂ അലല്ലാഹിൽ കദിബ ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. സൂറത്തുൻ നഹ്ലിലെ 116-ാമത്തെ വചനം. അനാവശ്യമായി ആ നാവുകളിലൂടെ കളവുകൾ കെട്ടിയുണ്ടാക്കി ഇത് ഹലാലാണ് ഇത് ഹറാമാണെന്ന് പറയാൻ അവകാശമില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടി പറയുന്നവൻ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുപോലെ ഈ ലിബറലിസത്തിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യം തന്നിഷ്ടമാണ്.
തന്നിഷ്ടമനുസരിച്ച് എന്തും ചെയ്യുക. ഇപ്പോൾ നടന്നു പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ ഇരുന്നു കൊണ്ടാണ് ഒന്ന് ചുംബിക്കണമെന്ന് തോന്നിയാൽ അവിടെ ആരെങ്കിലും ഉണ്ടോ? ലജ്ജ എന്ന് പറയുന്ന സാധനം ഇല്ലാതെ പോകുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഒരു സംഗതി അതാണ്. ലജ്ജ എന്ന് പറയുന്നത് ഉണ്ടാവില്ല. എത്രയോ കാഴ്ചകൾ നമ്മൾ കാണുന്നതാണ്. ആ നിലയിലുള്ള യാതൊരു നിയന്ത്രണവുമില്ലാത്ത പോക്ക്. അഫറഅയ്ത മനിത്തഖദ ഇലാഹു ഹവാഹു വഅലല്ലഹുല്ലാഹു അലാ ഇൽമിൻ വഖതമ അലാ സംഇഹി വഖൽബിഹി വജഅല അലാ ബസരിഹി ഗിശാവ ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹ് അഫലാ തദക്കറൂൻ. സൂറത്തുൽ ജാസിയയിലെ 23-ാമത്തെ വചനം. ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ ഈ കാര്യങ്ങളുടെ ഗൗരവത്തെക്കുറിച്ച് വ്യക്തമാക്കി നമുക്ക് സൂചിപ്പിച്ചു തരുന്നു. ഇത് പറയുമ്പോൾ അങ്ങോട്ട് തിരിയാൻ പാടില്ല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല. മതം എന്ന് പറഞ്ഞാൽ ഒക്കെ ഹറാമാണ്, ഹലാൽ എന്ന് പറയുന്ന ഒന്നുമില്ല, ഒരു അനുവാദവുമില്ല, എല്ലാം തടഞ്ഞു നിർത്തുകയാണ് എന്ന് പറയുന്നു യുവതലമുറ. അതിൻ്റെ പിന്നാലെ പോകുന്നു മറ്റുള്ള പലരും. എന്താണ് ഇതിൻ്റെ വാസ്തവം? പരിശുദ്ധ ഇസ്ലാം ഏതൊക്കെ കാര്യങ്ങൾ ഹലാലാക്കിയിട്ടുണ്ടോ, ഏതൊക്കെ കാര്യങ്ങൾ ഹറാമാക്കിയിട്ടുള്ളോ, രണ്ടിനെയും ഒരു തുലാസിൽ വെച്ച് തൂക്കി നോക്കിയാൽ ഹലാലാക്കിയ അനുമതി നൽകിയ കാര്യങ്ങൾക്കായിരിക്കും തൂക്കം, ഹറാമാക്കിയതിന് തൂക്കം കുറവായിരിക്കും. അത്ര കാര്യങ്ങളെ ഹറാമാക്കിയിട്ടുള്ളൂ. വിശുദ്ധ ഖുർആൻ തന്നെ അത് വ്യക്തമാക്കി പറയുന്ന ഒരു വചനം, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതൻ വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. സൂറത്ത് അഅറാഫിലെ 31 മുതൽ 33 വരെയുള്ള വചനങ്ങൾ മൊത്തത്തിൽ നിങ്ങൾ നോക്കുക. ഞാൻ പരത്തി പറയുന്നില്ല, അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ അഅറാഫിലെ ഈ വചനങ്ങൾ പറഞ്ഞതെന്താ? എൻ്റെ റബ്ബ് ഹറാമാക്കിയത് എണ്ണി പറയുകയാണ്. അൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതൻ. പ്രത്യക്ഷവും പരോക്ഷവുമായ നികൃഷ്ടമായ മ്ലേച്ഛമായ എല്ലാ പ്രവർത്തനങ്ങളും ഹറാമാക്കുന്നു. അത് വ്യഭിചാരമുണ്ടാകും, മദ്യപാനമുണ്ടാകും, ലഹരി ഉപയോഗമുണ്ടാകും. ഇതൊക്കെ മ്ലേച്ഛമായ കാര്യങ്ങൾ തന്നെയാണ്. ലഹരിയുടെ ഉപയോഗത്തെ സംബന്ധിച്ച് പറയാതിരിക്കലാണ് നല്ലത്. അത്രയേറെ ലഹരി ഉപയോഗം ഈ സമൂഹത്തിൽ നമ്മളുടെ ആൾക്കാർ ആരെങ്കിലും അറസ്റ്റ് ചെയ്താൽ നമ്മളൊക്കെ സാധാരണ, എനിക്കങ്ങനെ ഒരു പ്രത്യേക അസുഖമുണ്ട്, ഒരു രോഗം അല്ലെങ്കിൽ ഒരാളെ കുറച്ച് പേരെ പിടികൂടിയാൽ ഞാനിങ്ങനെ എണ്ണി നോക്കും, അതിൽ എത്ര മുസ്ലിമുണ്ട്, എത്ര മുസ്ലിം അല്ലാത്തവനുണ്ട്. പണ്ടൊക്കെ ഒരു മുസ്ലിം 5 പേരെ പിടികൂടിയാൽ അതിൽ 2 പേരോ ഒരാളോ കാണുമെങ്കിൽ ഇന്ന് 5 പേരെ പിടികൂടിയാൽ 4 പേരും നമ്മൻ്റെ പേരുള്ളവർ തന്നെയാണ് അധികവും. ആ ഒരു സ്ഥിതിവിശേഷം ഇതെങ്ങനെ ഉണ്ടാകുന്നു? കുത്തുബകൾക്ക് കുറവില്ല, പ്രഭാഷണങ്ങൾക്ക് കുറവില്ല, ഖുർആൻ ക്ലാസ്സുകൾക്ക് കുറവില്ല. ഇതൊക്കെ ഉണ്ടായിട്ടും എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതിനെ മറുപടി പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരുപാട് ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. കാരണം ഇവിടെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ സമൂഹത്തെയാണ്. പല രൂപത്തിലുള്ള നോട്ടമുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നോട്ടം, ഒരു ഫോബിയയുടെ നോട്ടം, അതല്ല ഞാൻ പറയുന്നത്. അല്ലാത്ത നിലയിലുള്ള ഒരു നോട്ടവുമുണ്ട് ഈ സമൂഹത്തിൽ. ഇവരിൽ നല്ല മനുഷ്യന്മാരാണ്, എല്ലാ നിലയിലും നല്ലവരാണ്, അതുകൊണ്ട് ഈ നല്ലവരുണ്ടാകണം ഇവിടെ എന്ന് പറയുന്നവരില്ലേ ഈ സമൂഹത്തിലുണ്ട്, എമ്പാടുമുണ്ട്, ധാരാളമുണ്ട്. എന്തേ കാരണം? നന്മകളാണ് അവർ കാണുന്നത്. അതിന് കാരണമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവർക്ക് സാക്ഷികളായി സൃഷ്ടിച്ചിരിക്കുകയാണ്. നമ്മളെ അല്ലാഹു വിശേഷിപ്പിച്ചത് 2 പ്രയോഗങ്ങളുണ്ട്. ഒന്ന്, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട, ഇങ്ങോട്ട് അയക്കപ്പെട്ട സമുദായങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ട സമുദായമാണ് നിങ്ങൾ, ഉത്തമ സമുദായം. അപ്പോൾ ഉത്തമ സമുദായത്തിൻ്റെ ക്വാളിറ്റി ഉണ്ടാകണം. മറ്റൊന്ന്, ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്കൊക്കെ സാക്ഷികളാണ് എന്നുള്ളതാണ്. അപ്പോൾ സാക്ഷിയാകുമ്പോൾ അതിനനുസരിച്ചുള്ള ജീവിതം ഉണ്ടാകണം. അത് കണ്ടുകൊണ്ട് അതുപോലെ തന്നെ ഈ മ്ലേച്ഛമായ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്തവർ എന്നുള്ള നിലയിലുള്ള ഒരു കാഴ്ചപ്പാട് പൊതുവേ സമൂഹത്തിലുണ്ട്. അത് തെറ്റിക്കപ്പെടുമ്പോഴാണ് നമ്മളെയും തെറ്റായ രൂപത്തിൽ വീക്ഷിക്കുന്നത്. അപ്പം മ്ലേച്ഛമായ കാര്യങ്ങൾ, കുറ്റം, അതിക്രമം, അന്യായമായ അതിക്രമങ്ങൾ, അതുപോലെ അള്ളാഹുവിൽ പങ്കുചേർക്കൽ, അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് പറയൽ, ഇതൊക്കെയാണ് അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നത്. ബാക്കി ഹലാലിൻ്റെ പട്ടിക എമ്പാടുമുണ്ട്. അതിൽ മദ്യപാനം ഹറാമാണ്, ലഹരി ഉപയോഗം ഹറാമാണ്, വ്യഭിചാരം ഹറാമാണ്, സ്വവർഗരതി ഹറാമാണ്. ഇതൊക്കെ ഹറാമാകുന്നു. എന്തുകൊണ്ട്? മനുഷ്യൻ ഒരു ഗുണവും അതിനകത്തില്ല, ദൂഷ്യമല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഖുർആൻ അത്തരം കാര്യങ്ങളെ വിട്ടു നിൽക്കാനും
സമീപിക്കരുതെന്ന് പറയാനും ഒക്കെ വഴി ഒരുക്കിയത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ 3 പോയിൻ്റാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മളുടെ ബാധ്യത തൗഹീദി പ്രബോധന രംഗത്ത് വളരെ വലുതാണ് എന്ന് ഓർമ്മിപ്പിച്ചു. രണ്ടാമത്, ഖുർആനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. 3, 2 തരത്തിലുള്ള വെല്ലുവിളികൾ നാം നേരിടുന്നു. ആ 2 വെല്ലുവിളികളെയും അതിജയിക്കാനുള്ള കാഴ്ചപ്പാട് നാം രൂപപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങൾ മാത്രം ഈ ധന്യമായ സദസ്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തിന് ഉത്തരോത്തരം വിജയവും പുരോഗതിയും ഇനിയും നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, മധ്വജനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിക്ക് മാപ്പ് നൽകുക എന്ന അപേക്ഷയോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വഉസല്ലി വഉസല്ലിമു അലാ റസൂലിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.